മലയാളികൾ ഏതു കാലത്തും നിത്യവൃത്തിക്കായി ചേക്കേറുവാൻ പ്രഥമ സ്ഥാനം നൽകുന്ന നഗരം. അന്താരാഷ്ട്ര ഭൂപടത്തിൽ ലോകത്തിൽ ഏറ്റവും തിരക്കുള്ള മെട്രോ നഗരമെന്ന് പേരെടുത്ത നാട്. ആധുനിക ജീവിതത്തിൻ്റെ വേഗതയ്ക്കും വർണ്ണങ്ങൾക്കും വിനോദങ്ങൾക്കും മാതൃകയാകുന്ന അന്താരാഷ്ട്ര നഗരം. ഒരു കാലത്ത് ബോംബെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ സുപ്രധാന മെട്രോ നഗരം മുംബൈ. വേഗതയും നിറപ്പകിട്ടും ജനസാന്ദ്രതയും നിറഞ്ഞ ഈ നഗരത്തിലെ മലയാളി ക്രൈസ്തവ കുടുംബ സാന്നിധ്യം വളരെ ബൃഹത്തും ആഴമേറിയതുമാണ്. പുതുതലമുറകൾ കേരളത്തെ നേരിട്ടറിയില്ലെങ്കിലും പരമ്പരാഗതമായി തങ്ങൾക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസത്തിലൂടെ സ്വന്തം നാടിൻ്റെ നന്മയാർജിക്കാൻ ശ്രമിക്കുകയാണ്. മുംബൈ നഗരത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലെ വിനോദങ്ങളും ബന്ധങ്ങളും മൂല്യബോധത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ കല്യാൺ രൂപത യുവത്വത്തിൻ്റെ സ്വപ്നങ്ങൾക്കും സർഗാത്മകതയ്ക്കും വേദിയൊരുക്കി. കല്യാൺ എപ്പാർക്കി യൂത്ത്. കേരളത്തിൽ നിന്നും മുംബൈ, പൂനെ പോലുള്ള കോസ്മോപൊളിറ്റൻ സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് മലയാളികളായ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഈ യുവജനങ്ങൾ. ഈ കോസ്മോപൊളിറ്റൻ സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ ദൈവവും വിശ്വാസവുമെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് സംശയിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ ഇവിടെയും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി തീരുവാനായിട്ടും യുവജനങ്ങൾ മുമ്പോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും നിദർശനവുമാണ് ഈ യുവജനങ്ങളുടെ ഈ കലാവിരുന്ന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവുകളിലൂടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ നൽകി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഭക്തിഗാന ശുശ്രൂഷയിൽ സുപ്രസിദ്ധി ആർജിച്ച കീ ബാൻഡ്. ദൈവം നമുക്ക് നൽകിയ എല്ലാ കഴിവുകളും നമ്മൾ ദൈവ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതിലേറ്റവും കഴിവുള്ളവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവരാണ് കല്യാൺ എപ്പാർക്കി യൂത്ത് ബാൻഡിൻ്റെ അംഗങ്ങളായിട്ട് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത്. തങ്ങളുടെ ജീവിതയാത്രയിലുടനീളം കൊട്ടിയും പാടിയും കിന്നരം മീട്ടിയും ദൈവത്തെ സ്തുതിക്കുന്ന യുവജനത പുതു ഈണങ്ങൾ കണ്ടെത്തി സ്വന്തം രചനകളിലൂടെ നവഗാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കല്യാൺ രൂപതയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു മാതൃകയായി മാറുകയാണ്. കല്യാൺ രൂപതയുടെ ഇടവകകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾ ചേർന്ന് ഒരു ബാൻഡ് എന്നത് വളരെ ശ്രമകരമായ സംരംഭമാണ്. മുംബൈ നഗരത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവർ ഒന്നു ചേർന്ന് ഒരു സംഗീത വിരുന്നൊരുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ചരിത്രമുണ്ട്. പഠനത്തിൻ്റെയും ജോലിയുടെയും ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഗാനശുശ്രൂഷയ്ക്കുള്ള പരിശീലനമൊരുക്കുന്നത് ശ്രമകരമായ ദൗത്യമാണ്. So when we started off with the key band 3 years ago, it was just a small set of people who love to sing and love to play music coming together to help in a prayer group. And later on we realized that our talents are much more and we need to meet more to praise the Lord, and we can really glorify the Lord through our talents. And we started meeting often, our commitment to the band increased, our praises increased, our songs increased. And when we look back right now, we can see how God was helping us to grow all these years. So when we used to meet for our practices, we would in the morning go to our work and then meet at night for practices, and then later on the next day we would again go back. We all stay very far
even though in Bombay we stay in different places of different parishes of this diocese. So it becomes difficult for us to meet, but still we made a point that at least once in a week we would meet and practice and praise the Lord. So before every practices we would have prayers, and then we would move on to music. Karunamaya, kripaye gido. Karunamaya, kripaye gido. Ini innum ee mannil njan nin koode maatrame. Karunamaya, kripaye gido. Ini innum ee mannil njan nin koode maatrame. प्यारे पिता तू ही है महान, प्यारे पिता तू ही है कृपा, तू ही है हमारी आशा और आसरा हर पल, प्यारे पिता കല്യാൺ രൂപതയുടെ യുവജനങ്ങളെ സംഗീതത്തിലൂടെ ദൈവത്തിലേക്കും സഭയിലേക്കും നയിക്കുവാൻ ഇൻസ്പയർ ചെയ്യാനുമാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ഇതിനുവേണ്ടി ഞങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കൽ സംഗീത ശൈലി ഞങ്ങളുടെ സംഗീതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ്. ഡു നോട്ട് ബി അഫ്രേഡ് ടു ബിക്കം സെയിൻസ്. നിങ്ങൾ വിശുദ്ധരാവാൻ ഭയപ്പെടേണ്ട എന്നാണ് മാർപ്പാപ്പ തിരുസഭയോടും യുവജനങ്ങളോടും പറഞ്ഞത്. ഇത് ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. He is the path to salvation. He is the God who reigns on high. He is the Lord of all the earth. He is the way, the truth, and the life. He is the path to salvation. He is the God who reigns on high. He is the Lord of all the earth. He is the way, the truth, and the life. He walks on water and calms the storm. He gave us freedom from head to toe. Feeds 5,000 people at a time. He gave himself up on the cross. The Spirit of God came down like a dove. The Spirit of God came down like a dove. Sing Jesus, 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 yes, Jesus is his name. Sing na 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 na, na na na, na 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 na, na na na, na na na, na na na, yes, Jesus is his name. Key Band has been a part of a growth process that has been very nurturing. It has led me into a much deeper connection with the Bible because of the lyrics that are coming into me, and even the songs, the melody and the chords and everything are gifts that God has gifted me at the moment. And there had been much of tension in my life, and there have been much tense moments that I've gone through, and Key Band, my participation, the contribution and the participation in Key Band has led me away from all those tense moments, and it has led me to be a much more confident person in life. I've been fortunate enough to be a part of this band that has so many talented musicians, and I've been learning a lot. The learning part is always there because there are so many talented musicians that you always get to learn from them, and you get to learn about music and about prayer.
and all these different aspects that you have according to the band. And the basic advantage that you have in a gospel band is that you learn to pray, you learn to be functional with the world and with your spiritual self itself. And there have been so many good things that have been happening since I've come to the band. My parents have started supporting me. Jesus, Jesus, yes, Jesus is his name. Sing na 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 na, na na na, na 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 na, na na na, na na na, na na, yes, Jesus is. ഈ ബാൻഡിൻ്റെ ഭാഗമാകണമെന്ന് എൻ്റെ ഒരു വൺ ടൈം ഡ്രീമായിരുന്നു. And I'm really happy that it got fulfilled. ഞങ്ങളുടെ ബാൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മ്യൂസിക്. അതിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദർ ഈസ് സ്പ്രെഡിങ് ദ ഗുഡ് ന്യൂസ് ഓഫ് ലോഡ്, പിന്നെ ഇവാഞ്ചലൈസേഷൻ, പിന്നെ ബ്രിങ്ങിങ് ദ യൂത്ത് ക്ലോസ് ടു ഗോഡ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഓറിയൻറ്റ് അവർ സെൽസ് ഇൻ പ്രെയർ. Our practice sessions, it has adorations, rosaries, praise and worship. Thereby we all, ഞങ്ങളെല്ലാവരും we are brought closer to God. ഞങ്ങളുടെ spirituality, now spirituality has reached to another level in me. I feel that I have become very close to God. And when we sing, it's like we sing our hearts out so that our voices reach unto Him. It's all about God, His love, and thanks to Him for the talents that He has given us, and then music. And that's what I love about Key Band. ജോലിയും പഠനവും കഴിഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഇടവകപ്പള്ളിയിൽ ഒന്നിച്ചു കൂടുകയും ആരാധനയും ജപമാലയും അർപ്പിച്ചതിന് ശേഷം ബാൻഡ് പ്രാക്ടീസ് നടത്തി രാവിലെ വീണ്ടും തങ്ങളുടെ ലാവണങ്ങളിൽ മടങ്ങിപ്പോയി പഠനത്തിലും ജോലിയിലും മുഴുകുകയും ചെയ്യുന്നു. മുംബൈയുടെ ദ്രുതശൈലിയിലുള്ള ജീവിത സംസ്കാരത്തിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തുവാൻ സാധ്യമാകുന്നത് സംഗീതത്തിലൂടെയുള്ള ഈശ്വരാർച്ചനയാണെന്ന് ഇന്ന് ഈ യുവാക്കൾക്ക് ബോധ്യമുണ്ട്. ദൈവത്തെ സ്തുതിച്ച് പാടുന്നത് പലതവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യം എന്ന ആപ്തവാക്യം കല്യാൺ യുവജനതയ്ക്ക് കീ ബാൻഡിനോടുള്ള ആകർഷണീയത കൂട്ടുന്നു. കല്യാൺ രൂപതയ്ക്ക് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമുണ്ടായിരുന്നു. ഈ കീ ബാൻഡ് കഴിഞ്ഞ വർഷം പോളണ്ടിൽ നടത്തപ്പെട്ട വേൾഡ് യൂത്ത് ഡേയിൽ അവരുടെ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് യുവജനങ്ങൾക്ക് ഇതുപോലെ വേൾഡ് യൂത്ത് ഡേയിൽ അവരുടെ കീ ബാൻഡ് പെർഫോമൻസ് നടത്തുവാനുള്ള അവസരം ലഭിച്ചത്. അതുകൂടാതെ സീറോ മലബാർ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ അസംബ്ലി നടന്ന അവസരത്തിലും നമ്മുടെ
കല്യാൺ എപ്പാർക്ക് യൂത്ത് അവരുടെ പെർഫോമൻസ് അവിടെ നടത്തുകയുണ്ടായി. അത് കേൾക്കുവാൻ അവസരം ലഭിച്ചവരെല്ലാവരും മുക്തകണ്ഠം ഈ കീ ബാൻഡിനെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ അഭിനന്ദിക്കുന്നത് കേട്ടപ്പോൾ ഏറെ ചാരിതാർത്ഥ്യം തോന്നുകയുണ്ടായി. ഈ ഒരു അർപ്പണബോധത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് 2016 പോളണ്ടിൽ വെച്ച് നടന്ന വേൾഡ് യൂത്ത് കോൺഫറൻസിനെ കീ ബാൻഡിന് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയത്. Key band had been given a responsibility, two responsibilities in fact. One was leading a section known as Youth and Catechesis, wherein you have to animate the crowd like that. And the second thing is to perform at two venues, is Youth and Catechesis. It is like there's a church and then there's a cardinal who will speak on a topic, and there will be crowd from all across the world. Maybe 100 to 200 crowd. Okay, so the responsibility given to us was like you have to animate them, as in when before the cardinal comes you have to teach them action songs, or then arrange people for telling testimonies. And there were people from our band who delivered testimonies. It was a really good experience, people from all across the world. And then after that, the main thing that we ever dreamed for is to perform on a stage in front of a lot of people. So we got two chances by God's grace. One at Park Swupna and the other one was at Park Rovodeski. It was really, I cannot say it, I cannot put it into words. It was such a great experience, because in the set list that we had songs in Malayalam, we had songs in Hindi, we had songs in Marathi, and those people were like, for each and every beat they danced, and it was such fun to to play along with them. And then the final thing was the night vigil, wherein the people that's the main thing in fact of the World Youth Day. So the people who have registered for World Youth Day would come to this place. It's a huge ground, it's a very huge ground. All the people, it was around I guess 25 lakh people. Okay, all youth, they come to this ground, and there's this main stage set up. Two stages, one for the main bands to play, the other one where the Holy Pope would come and the Mass would be going on. After our show, and we had gone to St. Faustina's cemetery, the church, and while we were visiting there, we met a sister from the congregation. She was showing around places. And later on, after all that was done, we all were there, the whole band, and Achan was there. She gave us notes. She gave us chits which were St. Faustina's notes from her diary. And she told us to pick each chit. And we all picked. And deep down, I had a feeling that this might be something which God was going to tell me. So as soon as I picked it up, and she told us to read it, and she told us this is what the message you have in the chit is what God is telling you right now. So as soon as I opened it up, my eyes were filled with tears. It said, I want you to unite yourself more closely to me. I am concerned about every beat of your heart. Every stirring of your love is reflected in my heart. I thirst for your love. These words very much struck me. And I got a feeling that, yes, Lord wants me to be more closer to Him. And I thought, yes, I am not that much close to Him. So He wants me to be closer to Him. Oh, blood and water which gushed from the heart of Jesus. Oh, blood
fountain which gushed from the heart of Jesus. As a fount of mercy for us, we trust in you. I'm very blessed to be part of Key Band because it's really brought us closer, and it's given us an opportunity to praise the Lord with our voices devotionally, and really happy to be part of it. To you we cry, oh Lord, my rock. Mourning and weeping in this whale of tears. Save me, oh God, as I lift my hand. Raising my voice high up above to you. You are my rock and my fortress. You are my strength and my shield. You are my rock and my fortress. You are my strength and my shield. As I'm a part of Key Band, I realize that whatever talents I have got, so it won't be fine. It won't be just that we don't give thanksgiving to whatever talents we get. And being a part of this gospel band is basically thanking and praising and worshiping the Lord who has given me these talents. Open the door of mercy and heal us as we pray. Grant us your salvation, give glory to the King. Open the door of mercy and heal us as we pray. Grant us your salvation, give glory to the King. Key Band is my new family now. I'm part of it, and I'm happy and proud to be a part of Key Band. And I believe that good music can change the world, and I hope to do the same. Arise, oh God, the day is yours. Rushing, I call on you to heal my pain. Shelter me, Lord, as I shout your name. Raising my voice high up above to You are my hope and my Savior. Strengthen me, Lord, for I am weak. You are my hope and my Savior. Strengthen me, Lord, for I am weak. Key Band is basically a band for the youth, by the youth. So we are the youth of Bombay, Syro Malabar Church, Kalyan Diocese, who come together and play for the Lord, so that we could help you to get closer to God. Open the door of mercy and heal us as we pray. Grant us your salvation, give glory to the King. Open the door of mercy and heal us as we pray. Grant us your salvation, give glory to the King. എനിക്ക് ഗോസ്പൽ സോങ് വായിക്കുമ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഓരോരോ സമയത്ത് ഓരോരോ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിലായാലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലായാലും.
ഞാൻ ജോസ് തോമസ് ആൻഡോഫിൽ മദർ ഓഫ് ജീസസ് ചർച്ചിലെ അംഗമാണ്. അതിൽ കൊയറിലും അംഗമാണ്. എൻ്റെ മകൻ ജോയൽ 3ാം ക്ലാസ് മുതൽ കൊയറിൽ ചേരുകയും അന്ന് മുതൽ ഇന്ന് വരെ ആൻഡോഫിലിലെ കൊയറിൽ ഓർഗൻ വായിക്കുന്നത് ജോയലാണ്. യൂത്തായതിനു ശേഷം അവൻ കീ ബാൻഡിൽ ചേരുകയും ആ കീ ബാൻഡോടുകൂടി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. കീ ബാൻഡിലെ അംഗങ്ങളായ സ്റ്റെഫി റോസ്, ജോസഫ് എന്നിവരുടെ മാതാപിതാക്കളാണ്. ദൈവദത്തമായി തലമുറകളായി കിട്ടിയിട്ടുള്ള ഈ സംഗീത അഭിരുചി ഞങ്ങളുടെ മക്കൾക്കും കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ദൈവത്തോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ മാതാപിതാക്കൾ പള്ളിയിലെ ഗാനശുശ്രൂഷകൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. എനിക്കും ഈ അവസരം എൻ്റെ നാട്ടിലും പ്രത്യേകിച്ച് ബോംബെയിലും എനിക്ക് പ്രകടമാക്കുവാനും ഇതിൽ പ്രവർത്തിക്കുവാനും അവസരങ്ങളുമുണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ എൻ്റെ മക്കൾക്കും ഈ കഴിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. യൂത്തിൽ ഇത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദേ ക്യാൻ യൂട്ടിലൈസ് ദെയർ ടൈം ഇൻ ദ ചർച്ച് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് ദാൻ എനി അതർ പബ്ലിക് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്. സോ their character will be improved and they will be holistic in one way and they can spiritually oriented also. This is a good movement and we have to encourage this movement. ഈ കീ ബാൻഡിലൂടെ ഈ യുവജനങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ഈ ഗോസ്പൽ ബാൻഡ് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസത്തിന് സാക്ഷികളാകുവാനുമുള്ള അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീ ബാൻഡ് പല വേദികളിൽ ഇവരുടെ പെർഫോമൻസ് നടത്തിയതിന് ഫലമായിട്ട് യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ദൈവത്തിലേക്കും സഭയിലേക്കും കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. Praises be to the Lord our God. Praises be to His name. Praises be to the Lord